Hello guys, എല്ലാവർക്കും OPQR ഓപ്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിന്റെ സ്റ്റോറി ട്രിക്സ് ആണ്. അപ്പോൾ 4 സ്റ്റോറി ട്രിക്സ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നമ്മൾ വേറെ ആൾക്കാരുടെ സ്റ്റോറി കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എങ്ങനെ ചെയ്യാൻ ഡ്രസ് അയച്ചിട്ടുണ്ടല്ലോ, നമുക്ക് അതുപോലെ ചെയ്യാൻ പഠിച്ചാലോ. വീഡിയോയിലോട്ട് പോകണം മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഏതെങ്കിലും ഒരു പിക്ക് സെലക്ട് ചെയ്യുക. എന്നിട്ട് ബ്രഷ് ടൂളിൽ പോയിട്ട് ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തിട്ട് ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ ബ്ലാക്ക് ആവും. ഇനി നമുക്ക് ഏത് പിക്കാണോ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ആ പിക്ക് ഇവിടെ കോപ്പി ചെയ്യുക. അപ്പോൾ ഫോണിലൊക്കെ കോപ്പി ഫോട്ടോ എന്ന ഓപ്ഷൻ ഉണ്ടാവും. ഇനിയിപ്പോൾ കോപ്പി ഫോട്ടോ എന്ന ഓപ്ഷൻ ഇല്ലെങ്കിൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. അപ്പോൾ ക്ലിപ്പ് ബോർഡിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇനി ടെക്സ്റ്റ് ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അപ്പോൾ ടൈപ്പ് ചെയ്യുക. ഞാൻ ന്യൂ പോസ്റ്റ് എന്നാണ് ടൈപ്പ് ചെയ്യണത്. ഇനി ഞാൻ ടൈപ്പ് ചെയ്തിട്ട് മാക്സിമം ലെങ്ത് കൂട്ടുക. ഇനി ഒന്നും കൂടി ടെക്സ്റ്റ് ഓപ്ഷനിൽ പോവുക. ഇനി ന്യൂ പോസ്റ്റിൽ നിന്ന് 2 വട്ടം ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. ഷെയ്ഡ് ഓപ്ഷനിൽ പോയിട്ട് ഒന്ന് ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കുകയാണ്. നേരത്തെ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റിൻ്റെ മുകളിൽ ടെക്സ്റ്റിന് വെക്കണം. അപ്പോൾ അതെങ്ങനെ നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ പിക്കിൻ്റെ സൈസ് ടെക്സ്റ്റിനനുസരിച്ചിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റോറി സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കി നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആക്കുക. ഇനി നമുക്ക് സ്റ്റോറിയുടെ പിക്ക് 2 വട്ടം ഇവിടെ പേസ്റ്റ് ചെയ്യുക. നമുക്ക് ആ സെയിം പിക്ക് 2 വട്ടം പേസ്റ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് നോക്കി നോക്കാം. അപ്പോൾ ഇനി ടെക്സ്റ്റ് ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണ പോലെ ഡോട്ട് ഇവിടെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പിക്കിന് മുകളിൽ വെക്കാനാണ്. അപ്പോൾ 2 വട്ടം ഇങ്ങനെ ടൈപ്പ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് നോക്കി നോക്കാം. You all from the enemy. You're a superhero. You're a superhero. ഞാനിവിടെ മുകളിലെ ഡോട്ടിന് വൈറ്റും താഴെ റെഡുമാണ് കൊടുക്കുന്നത്. 2 ഡിഫറെൻറ്റ് കളർ കൊടുക്കുമ്പോൾ കാണാൻ ഒരു രസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് സെയിം കളർ കൊടുക്കണമെങ്കിൽ സെയിം കളർ കൊടുക്കാം. ഞാൻ 2 ഡിഫറെൻറ്റ് കളറാണ് ഇവിടെ കൊടുക്കുന്നത്. ഇനി മൂന്നാമത്തെ നോക്കി നോക്കാം. ആദ്യം തന്നെ ഞാൻ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആക്കി. ഇനി നിങ്ങൾക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ ന്യൂ പോസ്റ്റ് എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. ഇനി ഞാൻ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ് ഒരു 5-6 വട്ടം കോപ്പി പേസ്റ്റ് ചെയ്യുക. Until I broke the rules, my life destroyed. Life destroyed. Until I woke awake, scream my mind, I shout the. ഷാഡോസിൽ പോയിട്ട് ഞാൻ വൈറ്റ് കളറാണ് സെലക്ട് ചെയ്യുന്നത്. Can I take my mind will break? Will it break? Can I take? സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കി നോക്കാം. അപ്പോൾ ഇനി 4ാമത്തെ നോക്കാം. ഇനി നമുക്ക് ഏത് പിക്കാണോ സ്റ്റോറി ഇടുന്നുണ്ട് ആ പിക്ക് സെലക്ട് ചെയ്യുക. ഇനി ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആക്കുക. ഇനി ഇറേസ് ഓപ്ഷനിൽ പോയിട്ട് ഇറേസിൻ്റെ സൈസ് ഏറ്റവും ചെറുതാക്കുക. ഏറ്റവും ചെറിയ സൈസ് സെലക്ട് ചെയ്യുക. ഇനി അതൊന്ന് ഇറേസ് ചെയ്യുക. Superhero.
It's the first time of today. വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.